ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ആദ്യം തന്നെ എല്ലാവരോടും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ അങ്ങനെ 25K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ 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 സന്തോഷം തോന്നിയൊരു ദിവസമാണ്. ശരിക്കും 25K എന്നുള്ള നമ്പർ ഇവിടെ കണ്ടപ്പം ഇതേ സന്തോഷം എനിക്ക് ആദ്യം തോന്നിയത് 1K അടിച്ച ദിവസമായിരുന്നു. 1000 കുട്ടികൾ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ തോന്നി അതേ സന്തോഷം അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് 25,000 കുട്ടികൾ നമ്മളോടൊപ്പം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നത് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമല്ല, നമ്മുടെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണുകയും പഠിക്കുകയും കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന LDC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചോദ്യ പേപ്പറിനകത്തുള്ള മാത്സ് ആൻഡ് റീസണിങ് ചോദ്യങ്ങളാണ് കേട്ടോ. കുറച്ച് വലയ്ക്കുന്ന ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ വരുന്ന LDC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. ഒട്ടും സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 6 ആണ്. പിന്നെ അതുപോലെ തന്നെ 7ാമത്തെ പദം നമുക്കറിയാം. 7ാമത്തെ പദം 7th ടേം അല്ലെങ്കിൽ നമ്മൾ A7 എന്ന് എഴുതും അല്ലേ. 7ാമത്തെ പദം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 52. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാമത്തെ പദം എത്ര? നോക്കിക്കേ, 7ാമത്തെ പദത്തിന്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 8ാമത്തെ പദം കിട്ടും. ശരിയല്ലേ? സേ ഫോർ എക്സാമ്പിൾ 7ാമത്തെ പദമാണ് 52. അതിൻ്റെ കൂടെ 6 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? അടുത്ത പദം കിട്ടും 58. വീണ്ടും 6 കൂട്ടിയാൽ അടുത്ത പദം കിട്ടും. ശരിയല്ലേ? അപ്പോൾ 7ാമത്തെ ടേമിനോടൊപ്പം ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 8ാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 16ാമത്തെ പദം കിട്ടും? നോക്കിയാലോ. 7 ന് 8 1, 8 ന് 9, 9 ന് 10, 10 ന് 11, 11 ന് 12, 12 ന് 13, 14, 15, 16. കണ്ടോ? 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 16ാമത്തെ പദം കിട്ടും. മനസ്സിലായോ? ഇപ്പൊ 52നോടൊപ്പം ഒരു തവണ 6 കൂട്ടിയപ്പോൾ എനിക്ക് 58 എന്ന് കിട്ടി. 2 തവണ 6 കൂട്ടിയാലോ? 6 + 6, 6 6 12. 52 കൂടെ 12 കൂട്ടിയാൽ എത്ര വരും? 64. വീണ്ടും 3 തവണ 6 കൂട്ടിയാലോ എനിക്ക് അടുത്ത പദം കിട്ടും. അപ്പം അതുപോലെ ഒരു പദത്തിനോടൊപ്പം എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് അടുത്ത പദം കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 7ാമത്തെ ആളാണ് 52. അപ്പം 7 ന് 8, 8 ന് 9, 10, 11, 12, 13, 14, 15, 16. കണ്ടോ? 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 16ാമത്തെ പദം കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, 7ാമത്തെ പദം ഇവിടെ എത്രയാ? 52. അതിനോടൊപ്പം 9 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 9 തവണ പൊതുവ്യത്യാസം കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? 9D കണ്ടുപിടിച്ചാൽ മതി. D എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇപ്പൊ 9 തവണ ഗുണിക്കുക, അതങ്ങോട്ട് കൂട്ടുക. 9 ഗുണം 6, ഡിയുടെ വാല്യൂ ഇവിടെ എത്രയാ? 6 ആണ് അല്ലേ. 9 ഗുണം 6 ചെയ്യുക. സോ 52 + 54 എന്ന് കിട്ടി. 4 ഉം 2 ഉം 6, 5 5 ഉം 10. നമുക്ക് ഉത്തരം എത്ര വന്നു? 106 എന്ന് കിട്ടി. കണ്ടോ? നമ്മൾ 2 ഇക്വേഷനൊക്കെ ഉണ്ടാക്കി സോൾവ് ചെയ്ത് ഒന്നും കണ്ടുപിടിക്കേണ്ട. സിമ്പിളായിട്ട് ലോജിക്കലി ആലോചിച്ചാൽ മതി. ഒരു പദത്തിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ കിട്ടും. 2 തവണയാണ് കൂട്ടുന്നതെങ്കിലോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഖ്യ കിട്ടും. 3 തവണയാണ് കൂട്ടുന്നതെങ്കിലോ അതിൽ നിന്നും 3ാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര തവണ കൂട്ടിയാൽ 16ാമത്തെ പദം എത്തും എന്ന് ആലോചിച്ച് നോക്കുക. അതങ്ങോട്ട് കൂട്ടി കൊടുക്കുക. നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 106. അടുത്ത ചോദ്യം: 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? പല കുട്ടികളും തെറ്റിച്ചൊരു ചോദ്യമായിരിക്കും അല്ലെ. അപ്പം എത്ര വശങ്ങളാണുള്ളത്? 12 ഭുജങ്ങളുണ്ട്. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവ് കണ്ടുപിടിക്കണം. ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. എത്ര ഭുജങ്ങളാണോ അതാണ് നമ്മുടെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ബഹുഭുജത്തിന്റെ അകംകോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2n minus 4/n into 90 degree. അകം കോൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2n minus 4 divided by n into
90 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ബഹുഭുജത്തിന്റെ വശങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ചെയ്യാലോ, 2 ഗുണം 12 മൈനസ് 4 ഡിവൈഡഡ് ബൈ എന്നിന്റെ വില 12 ഇൻറ്റു 90. 12 90 നമുക്ക് 3 വെച്ച് വെട്ടാം. 3 ഗുണം 4 12, 3 ഗുണം 30 90. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് വെട്ടാം. 2 ഗുണം 2 4, 2 ഗുണം 15 30. ഇനി 12 ഗുണം 2 എത്രയാണ്, 24. 24 മൈനസ് 4 ഗുണം 15 ഡിവൈഡഡ് ബൈ 2. 24 നിന്നും 4 കുറച്ചാൽ എത്രയാണ്, 20. അപ്പം 20 ഗുണം 15 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. 2 ഗുണം 1 2, 2 ഗുണം 10 20. 15 ഗുണം 10 150 ഡിഗ്രിയാണ് നമ്മളുടെ ഉത്തരം കേട്ടോ. ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, അകംകോൺ ഏതൊരു ബഹുഭുജത്തിൻ്റെയും ഒരു അകംകോണാണ് കാണേണ്ടതെങ്കിൽ അതിന്റെ സമ്മ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ബഹുഭുജങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു അകംകോൺ കാണാൻ ചോദിച്ചാൽ 2n - 4 ഡിവൈഡഡ് ബൈ n ഇൻറ്റു 90 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ആൻസർ എത്ര വന്നു, 150 ഡിഗ്രി എന്ന് വന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര നോക്കിക്കേ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു മട്ട ത്രികോണം ഉണ്ട്. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി 90 ആയിരിക്കും. ഇനി മറ്റൊരു കോൺ നമുക്ക് തന്നിട്ടുണ്ട്, 45 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എത്ര തന്നെ വരുള്ളൂ, 45 ഡിഗ്രി തന്നെ വരുള്ളൂ. 45 45 90, 90 90 എത്രയാണ്, 180 ഡിഗ്രി. കണ്ടോ, അപ്പൊ 90 45 കൂടെ കൂട്ടുക, 180 നിന്നും കുറച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും 45. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ഒരു ആംഗിൾ 45 ഡിഗ്രി, മട്ട ത്രികോണം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ആംഗിൾ 90 ഡിഗ്രിയാന്ന് നമുക്കറിയാം. അപ്പൊ 2 ആംഗിൾ അറിയാവുന്നതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അത് നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ഒരു നീളം, നമുക്ക് ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാദം ലംബം എത്രയാ തന്നിരിക്കുന്നേ, 8 സെന്റിമീറ്റർ ആണെന്നാ തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ പഠിച്ചില്ലായിരുന്നോ, സമപാർശ്വ ത്രികോണം. അതിന്റെ പ്രത്യേകത എന്താ, 2 സൈഡും തുല്യമായിരിക്കും അല്ലേ. 2 സൈഡ് തുല്യമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന 2 ആംഗിളുകളും തുല്യമായിരിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെ തിരിച്ചും പറയാം, 2 ആംഗിളുകൾ തുല്യമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന 2 വശങ്ങളും തുല്യമായിരിക്കും. ഇവിടെ 45, ഇവിടെ 45. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന വശം 8 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന വശവും എത്ര തന്നെ ആയിരിക്കും, 8 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് പാദവും കിട്ടി, ലംബവും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കർണം കണ്ടുപിടിക്കാം. കർണം കാണാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് പാദത്തിന്റെ വർഗം എടുക്കുക പ്ലസ് നമ്മുടെ ലംബത്തിന്റെ വർഗം എടുക്കുക. 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് കിട്ടി. 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താ, a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 2a സ്ക്വയർ. അപ്പൊ നമുക്ക് 2 × 8 സ്ക്വയർ എന്ന് എഴുതാം. ഇനി വർഗവും വർഗമൂലവും ഒരുമിച്ച് വന്നാൽ വെട്ടിപ്പോകും. 8 സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ എന്ത് ചെയ്യാം, വെട്ടിക്കളഞ്ഞിട്ട് 8നെ എടുത്ത് പുറത്തേക്ക് എഴുതാം. പിന്നെ സ്ക്വയർ റൂട്ടിനകത്ത് ആരേ ബാക്കിയുള്ളൂ, ഒരു √2 മാത്രമല്ലേ ബാക്കിയുള്ളൂ, അതിനെ അവിടെ തന്നെ എഴുതുക. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി, 8√2 എന്ന ആൻസർ കിട്ടി. കണ്ടോ? അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എങ്ങനെയാ, വർഗം എടുക്കുക. 8ന്റെ വർഗം 64 പ്ലസ് 8ന്റെ വർഗം 64. 64 64 കൂടെ കൂട്ടിക്കോ, 128 എന്ന് കിട്ടി. 128നെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യണം. ഇതുപോലെ കറക്റ്റായിട്ട് റൂട്ട് എടുക്കാൻ പറ്റാത്ത വാല്യൂ വന്നാൽ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം കേട്ടോ. ചുമ്മാ ഹരിച്ച് ചെറിയ ചെറിയ നമ്പേഴ്സ് ആക്കി എഴുതുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും സംഖ്യകളെ വർഗങ്ങളാക്കി എഴുതാമെങ്കിൽ അങ്ങനെ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വർഗവും വർഗമൂലവും വന്നാൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ആ സംഖ്യയെ പുറത്തേക്ക് പെട്ടെന്ന് എഴുതാം.
കണ്ടോ? അപ്പം 128നെ ഞാൻ 2 വെച്ച് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 64 ഗുണം 2 എന്ന് എഴുതാം. ശരിയല്ലേ? 128 എന്ന് പറഞ്ഞാൽ 64 ഗുണം 2. എന്ന് നോക്കിക്കേ, 64നെ എനിക്ക് എങ്ങനെ എഴുതാം? 8ന്റെ വർഗം എന്ന് എഴുതാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എന്ത് എഴുതി? 8ന്റെ വർഗം ഇൻറ്റു 2 എന്ന് എഴുതി. വർഗവും വർഗമൂലവും വന്നാൽ ആ സംഖ്യയെ പുറത്തേക്ക് എഴുതാം. അപ്പം 8നെ ഞാൻ പുറത്തേക്ക് എഴുതി. റൂട്ടിനകത്തിനെ ആരേ ബാക്കിയുള്ളൂ? 2 മാത്രമേ ഉള്ളൂ. കാരണം എന്താ? 2ന് ഇവിടെ സ്ക്വയർ ഒന്നും ഇല്ല. സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ 2നെയും പുറത്തേക്ക് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ സ്ക്വയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ 2നെ അവിടെ തന്നെ എഴുതുക. ആൻസർ എത്ര കിട്ടി? 8√2 എന്ന് കിട്ടി. കണ്ടോ? ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 8√2. നമ്മൾ ചെയ്യുന്ന ധൃതിക്ക് ചിലപ്പോൾ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അവർ ഓപ്ഷൻ ഡിയിൽ ഒരു 2√8 തന്നിട്ടുണ്ട്. അപ്പൊ മാറിപ്പോവരുത് കേട്ടോ, കറക്റ്റ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 വൃത്തകേന്ദ്രം 3-4 അങ്ങനെയാണെങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏത്? ചോദ്യം മനസ്സിലായോ? വ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ. ഡയമീറ്ററിന്റെ നേരെ നടുക്കായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ സെന്റർ വരുന്നത്. ശരിയല്ലേ? ഞാനിപ്പോൾ ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ നേരെ നടുക്കാണ് അതിന്റെ കേന്ദ്രം, അതിന്റെ സെന്റർ വരുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? വൃത്ത കേന്ദ്രത്തിന്റെ വാല്യൂ 3-4 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യാസത്തിന്റെ ഒരറ്റത്തെ വാല്യൂ നമുക്ക് 1,4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ അറ്റത്തെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണേ. AB എന്നൊരു പേര് വിളിച്ചു. സെന്ററിനെ ഞാൻ എന്ത് ചെയ്തു? O എന്ന് വിളിച്ചു. നമുക്കിവിടെ വേറെ ABCD ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പൊ വ്യാസത്തിനെ ഞാൻ AB എന്ന് വിളിച്ചു, കേന്ദ്രത്തിനെ ഞാൻ എന്ത് വിളിച്ചു? O എന്നും വിളിച്ചു. ഇനി നോക്കിക്കേ, എപ്പോഴും ഒരു വ്യാസത്തിന്റെ മിഡ് പോയിന്റ് ആണ്, നേരെ പകുതിയാണ് അതിന്റെ കേന്ദ്രം വരിക കേട്ടോ. കാരണം എന്താ? ഒരു സർക്കിളിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ വരയാണ് അതിന്റെ വ്യാസം എന്ന് പറയുന്നത്. അതെപ്പോഴും എന്താണ്? 2 സൈഡിനെയും തുല്യമായിട്ടായിരിക്കും ഭാഗിക്കുന്നത്. അപ്പൊ ഈ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് എനിക്ക് പറയാമല്ലോ. നമ്മളൊരു വര വരച്ച അതിന്റെ നേർപകുതിയാണ് അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേർപകുതി മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. 2 അറ്റത്തെയും കോർഡിനേറ്റുകളെ തമ്മിൽ കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രത്തിന്റെ വാല്യൂ കിട്ടും. നോക്കിയാലോ? അപ്പൊ ആദ്യത്തെ വാല്യൂ കിട്ടാൻ ഇവിടത്തെ എക്സ് വാല്യൂവും ഇവിടത്തെ എക്സ് വാല്യൂയും കൂടെ എടുക്കാമല്ലോ. അപ്പൊ x+1/2 ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ വാല്യൂ കിട്ടണം. ഇനി രണ്ടാമത്തെ വാല്യൂ കിട്ടാനോ y+4/2 ചെയ്യണം. കണ്ടോ? അപ്പൊ നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് നേരെ നടുക്ക് കിടക്കുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ എക്സ് വാല്യൂവും ഇവിടത്തെ എക്സ് വാല്യൂവും കൂടെ കൂട്ടുക, 2ഉമായിട്ട് ഹരിച്ചാൽ കേന്ദ്രത്തിന്റെ എക്സ് വാല്യൂ കിട്ടണം. അതുപോലെ തന്നെ ഇവിടത്തെ y വാല്യൂ ഇവിടത്തെ y വാല്യൂവും കൂടെ കൂട്ടി 2ഉമായി ഹരിച്ചാൽ നമുക്ക് ഇവിടത്തെ y വാല്യൂ കിട്ടണം. മനസ്സിലായോ? പക്ഷെ നമുക്ക് ഓൾറെഡി ഓയുടെ കോർഡിനേറ്റുകൾ തന്നിട്ടുണ്ട്. എന്താണ്? 3ഉം -4. കണ്ടോ? അപ്പൊ x+1/2 എന്ന് പറയുന്നത് 3ന് തുല്യമാണ്, y+4/2 എന്ന് പറയുന്നത് -4ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? x+1/2 എന്ന് പറയുന്നത് 3 ആണ്, അതുപോലെ y+4/2 എന്ന് പറയുന്നത് -4 ആണ്. ഈ 2നെ അങ്ങോട്ട് വിടാലോ. അപ്പൊ x+1 = 6 എന്ന് കിട്ടി. x ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1 ആവും. 6ൽ നിന്നും 1 കുറച്ചാൽ 5. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 5 എന്ന് കിട്ടി. അടുത്തത് y+4 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 2 ഇങ്ങോട്ട് പോവും. അപ്പൊ 4 × 2 8. വെറും 8 അല്ല കേട്ടോ, -8 ആണ്. അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഇനി ഈ +4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -4 ആവും. ശരിയല്ലേ? അപ്പൊ -8 -4 രണ്ടുപേരും മൈനസ് വന്നാൽ അവരെ തമ്മിൽ കൂട്ടണം, മൈനസ് എന്നിട്ട് കൊടുക്കണം. 8 ഉം 4 എത്രയാ? 12. -12 എന്നാണ് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടുന്നത്. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 5 - 12. കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് വ്യാസമാണ് തന്നേക്കുന്നത്. വ്യാസത്തിൻ്റെ ഒരറ്റത്തെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, മറ്റേ അറ്റം നമുക്ക് അറിയില്ല. ഞാൻ XY എന്ന് വിളിച്ചു.
മധ്യമത്തിലെ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഓൾറെഡി നമുക്ക് മിഡ് പോയിന്റ് വാല്യൂസ് അറിയാമെങ്കിൽ ഇവിടുത്തെ എക്സും കൂടെ കൂട്ടുക, രണ്ടുമായിട്ട് ഹരിച്ചാൽ ആദ്യത്തെ വാല്യൂ കിട്ടണം. ഇവിടുത്തെ വൈയും കൂടെ കൂട്ടുക, രണ്ടുമായിട്ട് ഹരിച്ചാൽ ഈ രണ്ടാമത്തെ വാല്യൂ കിട്ടണം. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. അവിടെ നിന്ന് നമുക്ക് എക്സും കണ്ടുപിടിക്കാം, വൈയും കണ്ടുപിടിക്കാം. ഉത്തരം എത്ര വന്നു? 5 - 12 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ തിരിഞ്ഞു പോകരുതേ. ഇവിടെ നമുക്ക് -12 5 എന്ന് തിരിച്ചൊക്കെ തന്നിട്ടുണ്ട്, തെറ്റിക്കരുത്. ആൻസർ ഏതാണ്? 5 - 12. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്രയാണ്? ഒരു അതിവർഷം ലീപ്പ് ഇയറിന്റെ പ്രത്യേകത എന്താണ്? 52 ആഴ്ചകളും 2 ഒറ്റ ദിവസങ്ങളുമാണ് നമുക്ക് അതിവർഷത്തിലുള്ളത്. ശരിയല്ലേ? 52 ആഴ്ചകളും 2 ഒറ്റ ദിവസങ്ങളുമാണ് ഒരു അതിവർഷത്തിലുള്ളത്. അപ്പൊ നോക്കിക്കോ, 52 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് 2 ദിവസം ബാക്കിയില്ലേ? ഇപ്പൊ ഈ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തിങ്കൾ ചൊവ്വയാകാം, അല്ലെങ്കിൽ ചൊവ്വ ബുധനാവാം, അല്ലെങ്കിൽ ബുധൻ വ്യാഴമാകാം, അല്ലെങ്കിൽ വ്യാഴം വെള്ളിയാവാം, അതും അല്ലെങ്കിൽ വെള്ളി ശനി ആവാം, അല്ലെങ്കിൽ ശനി ഞായറാവാം, അതും അല്ലെങ്കിൽ ഞായർ തിങ്കളാകാം. ശരിയല്ലേ? ഇത്രയും പോസിബിലിറ്റി അല്ലേ നമുക്കുള്ളൂ. 2 ദിവസങ്ങൾ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ തിങ്കളും ചൊവ്വയും, അല്ലെ ചൊവ്വയും ബുധനും, ബുധനും വ്യാഴവും, വ്യാഴവും വെള്ളി, വെള്ളി ശനി, ശനി ഞായർ, ഞായർ തിങ്കൾ, തിങ്കൾ ചൊവ്വ. കണ്ടോ, ഇവിടെ എത്ര തവണ ഞായർ വരുന്നുണ്ട്? ഈ ഒരു പോസിബിലിറ്റി വരുവാണെങ്കിൽ നമുക്കൊരു സൺഡേ വരാം, ഈ ഒരു പോസിബിലിറ്റി വരികയാണെങ്കിൽ ഒരു സൺഡേ വരാം. ശരിയല്ലേ? അപ്പൊ എത്ര തവണ ഇവിടെ ഞായർ വന്നു? 2 തവണ. ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് എണ്ണിക്കേ. 1 2 3 4 5 6 7. കണ്ടോ, ആകെ നമുക്ക് 7 പോസിബിലിറ്റിയേ ഉള്ളൂ. ആ 7 പോസിബിലിറ്റിയിൽ എത്ര തവണ സൺഡേ വന്നു? 2 തവണ. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 2/7 എന്ന് വന്നു. മനസ്സിലായോ? അപ്പോൾ അതിവർഷമാണെങ്കിൽ 366 ദിവസം 366നെ 7 ഹരിച്ചാൽ നമുക്ക് 52 ആഴ്ചകളും ശിഷ്ടം 2 കിട്ടും. ഇപ്പൊ 2 ദിവസമാണ് അവിടെ എക്സ്ട്രാ വരുന്നത്. ആ 2 ദിവസം ഏതൊക്കെയാവാം? തിങ്കൾ ചൊവ്വ, ചൊവ്വ ബുധൻ, ബുധൻ വ്യാഴം, വ്യാഴം വെള്ളി, വെള്ളി ശനി, ശനി ഞായർ, ഞായർ തിങ്കൾ. ഇപ്പൊ 2 തവണയാണ് അവിടെ സൺഡേ വരുന്നത്. ആകെ മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ട്? 7 എണ്ണം. അപ്പൊ ഞാൻ 7 എന്ന് എഴുതി. 7ൽ 2 പോസിബിലിറ്റിയിലാണ് സൺഡേ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഞാൻ 2/7 എന്ന് എഴുതി. കണ്ടോ, ആൻസർ നോക്കാം. ഇത്ര ഏതാണ്? ഓപ്ഷൻ എ 2/7. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമം, അതിന്റെ റെസിപ്രോക്കൽ, അതിനെ നേരെ തലതിരിച്ച് എഴുതുക. റെസിപ്രോക്കലിന്റെയും തുക എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ കിട്ടും. പിന്നെ അതിനെ സോൾവ് ചെയ്യാനൊക്കെ നിൽക്കണം. അതിനേക്കാൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 4 ഓപ്ഷനിലെ ഓപ്ഷൻസ് അങ്ങ് ഇട്ട് കൊടുക്കുക. മിക്കവാറും ഇങ്ങനത്തെ ചോദ്യത്തിൽ 1ാമത്തെയോ 2ാമത്തെയോ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരാറുള്ളത്. നോക്കിയാലോ. അപ്പൊ ആദ്യം ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്തോ. x × x എത്രയാ? x² + 1 ഡിവൈഡഡ് ബൈ x = 6 എന്ന് കിട്ടി. ഈ എക്സിനെ ഞാൻ അങ്ങോട്ട് വിടുകയാണേ. അപ്പം എന്ത് വരും? 6x എന്ന് കിട്ടി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി. കാരണം ഈ ഹരണത്തിൽ ഒരു x ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങോട്ട് വിട്ടു. ഇനി എക്സിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കുക. രണ്ടും തുല്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. 3 + 2√2. എക്സിന്റെ വില എത്രയാണ്? 3 + 2√2. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇട്ട് കൊടുക്കുക. +1 = 6 × 3 + 2√2. ഇനി സോൾവ് ചെയ്യാലോ. a + b the whole square എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം a² എഴുതി, 3² + b² എഴുതി, 2 × √2² + 2 × a × b. 2ab എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പൊ a ഇവിടെ എത്രയാ? 3 × b ഇവിടെ എത്രയാ? 2√2 എന്ന് എഴുതി. ഓക്കെ. ഇനി പ്ലസ് ഒരു 1 ഉണ്ട്. ആ +1 ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനി ഇപ്പുറത്തെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാലോ. 6 × 3 18 +6 × 2 12. 12√2 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇപ്പുറത്ത് കിട്ടുന്നതും ഇതേ വാല്യൂ ആണോ എന്ന് നോക്കാം. 3ന്റെ വർഗ്ഗം എത്രയാ? 9 +
2ന്റെ വർഗവും ചെയ്യണം, √2ന്റെ വർഗവും ചെയ്യണം. 2ന്റെ വർഗം എത്രയാ? 4 ഇൻറ്റു √2ന്റെ വർഗം എത്രയാ? റൂട്ടുള്ള ഏത് സംഖ്യേന്റെ വർഗം എടുത്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ സംഖ്യ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 2 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പൊ 4 ഗുണം 2, 4 ഗുണം 2 8, 3 ഗുണം 2 എത്രയാണ്? 6, 6 ഗുണം 2 എത്രയാണ്? 12, 12 √2 എന്ന് കിട്ടി. കഴിഞ്ഞില്ല, ഇവിടെ ഒരു +1 ഉണ്ട്, അതും കൂടെ എഴുതിയേക്കണം, +1. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാലോ. 9 1 10, 10 8 18, കണ്ടോ? 18 + 12 √2 എന്ന് നമുക്ക് ഇപ്പുറത്തും കിട്ടി. 18 + 12 √2 തന്നെയാണ് അപ്പുറത്തും കിടക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിൽ ഒരേ വാല്യൂസ് വന്നുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പൊ അതല്ലാതെ സോൾവ് ചെയ്യാൻ പോയി ഒരുപാട് സമയവും പോകും, നമുക്ക് ചെയ്ത് അവസാനം ഭ്രാന്ത് പിടിക്കും. കാരണം എന്താ, റൂട്ടൊക്കെ വരുന്ന വാല്യൂസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് കഴിവതും പിടിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കിവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ആ സർക്കിളിനകത്ത് സെന്റർ എന്ന് പറയുന്ന പോയിന്റ് സി ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു താഴോട്ടൊരു വര വരച്ചു, അവിടെ നിന്ന് മുകളിലോട്ടൊരു വര വരച്ചു. എഗെയിൻ നമുക്ക് അവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ACD എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾസിനകത്ത് വരുന്ന വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത്. സർക്കിളിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഈ സെന്റർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ആ വൃത്തത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവിൽ മറ്റേത് ചുറ്റളവിന്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ ഉണ്ടാക്കുന്ന കോണിനേക്കാളും ഇരട്ടിയായിരിക്കും. അപ്പൊ ഈ സർക്കിളിന്റെ ചുറ്റളവിനകത്ത് വരുന്ന ഒരു പോയിന്റ് അല്ലേ ഈ ബി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാക്കിയേക്കുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പൊ നമ്മുടെ സെന്ററിലെ ആംഗിൾ എത്രയായിരിക്കണം? അതിന്റെ ഇരട്ടി ആയിരിക്കണം. 30ന്റെ ഇരട്ടി 30 ഗുണം 2 60 ഡിഗ്രി. കണ്ടോ? അപ്പൊ സെന്ററിലെ ആംഗിൾ എപ്പോഴും ഇരട്ടിയായിരിക്കും. മധ്യമത്തിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ മറ്റേത് ബിന്ദുവിലും ഉണ്ടാക്കുന്ന കോണിനേക്കാളും ഇരട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ആംഗിൾ എത്ര വന്നു? 60 ഡിഗ്രി എന്ന് വന്നു. ഫൈൻ. അടുത്ത ചോദ്യം. ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ക്ലോക്ക് വരയ്ക്കാലോ. ദേ ഇവിടെ 12 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെന്ററിൽ ഒന്നിടവിട്ടിട്ടുള്ള ഏതെങ്കിലും 2 സംഖ്യകൾ ചേർത്താൽ കിട്ടുന്ന ആംഗിൾ എത്ര? ഞാൻ ഈ 12 എടുത്തു, 2 എടുത്തു, ഒന്നിടവിട്ട സംഖ്യയല്ലേ? അല്ലെങ്കിൽ പോട്ടെ, 8 എടുത്തു, 6 എടുത്തു, ഒന്നിടവിട്ട സംഖ്യകളല്ലേ? ഏതെങ്കിലും 2 ഒന്നിടവിട്ട സംഖ്യ എടുത്താൽ ഈ നടുക്ക് കിട്ടുന്ന ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 2 നമ്പറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 30 ഡിഗ്രിയാണ്. നമ്മൾ ക്ലോക്ക് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അല്ലേ. ഓരോ 2 സംഖ്യകളുടെയും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഉത്തരം. വളരെ സിമ്പിൾ അല്ലേ. ഓരോ 5 മിനിറ്റിലും ഉണ്ടാക്കുന്നത് 30 ഡിഗ്രിയാണ് നമുക്കറിയാം. ഇവിടെ 10 മിനിറ്റ് വന്നു, അതുകൊണ്ട് നമ്മൾ 60 ഡിഗ്രി എന്ന് എടുത്തു. ഇനി 15 മിനിറ്റ് ആയിരുന്നെങ്കിലോ 30 + 30 + 30 90 ഡിഗ്രി എന്ന് കിട്ടിയേനെ. കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ആൻസർ എത്രയാണ്? 60 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. 5 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത്? നോക്കിക്കേ, 5 10 ഈ 2 സംഖ്യകളുമായി ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? LCM കണ്ടുപിടിക്കുക. ഇത് LCM കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 5 10 തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ചെറിയ സംഖ്യയുടെ പട്ടികയിൽ ആ നമ്പർ വരുന്നുണ്ടോ നോക്കുക. 5ഉം 10ഉം വലിയ സംഖ്യ 10, 5ന്റെ പട്ടികയിൽ 10 വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലസാഗു എത്രയേ കിട്ടത്തുള്ളൂ? 10 തന്നെ കിട്ടത്തുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. 5 1 2 5നെ 5ഉമായിട്ട് ഹരിച്ചാൽ 1, 10നെ 5ഉമായിട്ട് ഹരിച്ചാൽ 2. ഇനി വീണ്ടും 2ഉമായിട്ട് ഹരിച്ചാൽ 1 1 എന്ന് കിട്ടി. 5 ഗുണം 2 10. കണ്ടോ? നമ്മുടെ LCM എത്ര കിട്ടി? 10 കിട്ടി. ഇനി 10ഉമായിട്ട് ഹരിച്ചാൽ നമുക്ക് 3 എന്ന് എന്ത് കിട്ടണം? ശിഷ്ടം കിട്ടണം. അങ്ങനെയാണെങ്കിൽ 10നോടൊപ്പം 3 കൂട്ടിയാൽ പോരെ? 13. കണ്ടോ? LCM കണ്ടുപിടിക്കുക. LCMത്തിനോടൊപ്പം ശിഷ്ടമായി കിട്ടേണ്ട സംഖ്യ അങ്ങോട്ട് കൂട്ടുക. 13 എന്ന് കിട്ടി.
13നെ 5ഉമായിട്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം എത്ര തന്നെ വരുള്ളൂ? 3 തന്നെ വരുള്ളൂ. നോക്കിക്കോ, 13നെ 5ഉമായിട്ട് ഹരിച്ചാൽ 5 ഗുണം 2 10 പോയിട്ട് ശിഷ്ടം 3. 10ഉമായിട്ട് ഹരിച്ചാലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഇത് തന്നെ ശിഷ്ടം കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ 10ന്റെ ഗുണിതങ്ങൾ എടുക്കുക, അതിനോടൊപ്പം 3 കൂട്ടിയാൽ നമുക്കൊരു സമാന്തര ശ്രേണി കിട്ടും. അപ്പൊ ആദ്യത്തെ സംഖ്യ 13. 10 ഗുണം 2 20. 20നോടൊപ്പം 3 കൂട്ടിക്കോ 23. 10 ഗുണം 3 30. 30നോടൊപ്പം 3 കൂട്ടിക്കോ 33. മതി, 3 കണ്ടുപിടിച്ചാൽ മതി. ഇനി നോക്കിക്കേ, 23ന്ന് 13 കുറച്ചാൽ 10. 33ന്ന് 23 കുറച്ചാൽ 10. അപ്പൊ പൊതുവ്യത്യാസം എത്ര കിട്ടി? 10 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സംഖ്യയുള്ള ലസാഗു കാണുക. ലസാഗു നമുക്ക് ഇവിടെ 10 എന്നാണ് കിട്ടിയത്. ആ ലസാഗുവിന്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്ന ശിഷ്ടം അങ്ങോട്ട് കൂട്ടുക. 3 ശിഷ്ടം കിട്ടണം, ഞാൻ 3 കൂട്ടിക്കൊടുത്തു. അപ്പൊ എനിക്ക് 13 എന്ന് കിട്ടി. ഇനി 10ന്റെ ഗുണിതങ്ങൾ എടുക്കുക, അതിനോടൊപ്പം 3 കൂട്ടുക. 10, 13, 23, 33, 43 എന്നങ്ങനെ പോയി. ഇനി ഓരോ സംഖ്യകളുടെയും വ്യത്യാസം കാണുക. ഇവിടെ 10 കിട്ടി, ഇവിടെ 10 കിട്ടി. അപ്പൊ 2 സംഖ്യയുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ പോണേ നമുക്ക് അറിയാം അല്ലെ? പൊതുവ്യത്യാസം എത്ര വന്നു? 10 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. 5 മുതൽ 25 വരെ 5, 7, 9 അങ്ങനെ തുടങ്ങി 25 വരെയുള്ള സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, ഒരു AP ആണ് അല്ലെ? അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ തുക കണ്ടുപിടിക്കാം. അപ്പൊ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ആദ്യത്തെ പദം പ്ലസ് അവസാനത്തെ പദം. A പ്ലസ് L. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അവസാനത്തെ പദം. ഇവിടെ നമുക്ക് ആദ്യത്തെ പദവും അറിയാം, അവസാനത്തെ പദവും അറിയാം. അപ്പൊ എന്ത് ചെയ്യാം? L കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. Aയും അറിയാം, Lഉം അറിയാം. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സംഖ്യകളുണ്ട് എന്നാ ചോദിച്ചേക്കുന്നേ. 5 മുതൽ 25 വരെ എത്ര സംഖ്യകളുണ്ട്? ഒന്നെങ്കിൽ നമുക്ക് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു an ഇങ്ങനെ വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ an-ന്റെ വില എത്രയാ? 25. ഇനി a-യുടെ വാല്യൂ ഇവിടെ എത്രയാ? 5 പ്ലസ് n-ന്റെ വാല്യൂ അറിയില്ല. d ഇവിടെ എത്രയാ? 5-നൂടെ 2 അല്ലേ കൂട്ടി പോകുന്നേ? 5ഉം 2ഉം 7, 7ഉം 2ഉം 9. അപ്പൊ പൊതുവ്യത്യാസം 2 എന്ന് കിട്ടി. അപ്പൊ ഇത് സോൾവ് ചെയ്തോ. n മൈനസ് 1 ഇൻറ്റു 2 അവിടെ നിർത്തുക. ഈ 5നെ അപ്പുറത്തോട്ട് വിടാലോ. പ്ലസ് 5 അപ്പുറത്ത് പോകുമ്പോൾ 25ന്ന് 5 പോയാൽ 20. ഇനി ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് വിടാലോ. അപ്പൊ by2 ആയിട്ട് പോയി. 20/2 എത്രയാ? 10. അപ്പൊ n മൈനസ് 1 10 ആണെങ്കിൽ n-ന്റെ വില എത്രയായിരിക്കും? 11 ആയിരിക്കും. -1 അപ്പുറത്ത് പോകുമ്പം +1 ആയിട്ട് മാറും. 10 1ഉം 11 നമുക്ക് ആൻസർ കിട്ടി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം? നോക്കിക്കേ. 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1 മുതൽ 25 വരെ 1 തൊട്ട് 10 വരെ 5 എണ്ണം നമുക്കറിയാം. 1, 3, 5, 7, 9. 1 തൊട്ട് 10 വരെ 5 എണ്ണം. ഇനി 11 തൊട്ട് 20 വരെയും 5 എണ്ണം. 21 തൊട്ട് 25 വരെ 3 എണ്ണം. 21, 23, 25. ശരിയല്ലേ? അപ്പൊ ആകെ മൊത്തം എത്ര എണ്ണം വന്നു നമുക്ക്? 5, 5, 10, 10, 3, 13 എണ്ണം നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, നമുക്ക് 1 മുതൽ 5 വരെ ഉള്ളതിൽ 5 തൊട്ടുള്ള കാര്യം മതിയായിരുന്നു. പക്ഷെ നമ്മൾ 1 തൊട്ട് 10 വരെ ഉള്ളവരെയല്ലേ എണ്ണിയത്. അപ്പൊ നമുക്ക് അതിൽ നിന്നും 1ഉം 3ഉം അങ്ങോട്ട് കുറയ്ക്കാം. കാരണം എന്താ? 5 തൊട്ടുള്ള സംഖ്യകളുടെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ 1നെയും കളഞ്ഞു, 3നെയും കളഞ്ഞു. അപ്പൊ ആകെ ഉണ്ടായിരുന്ന 13 എണ്ണത്തിൽ 2 എണ്ണം പോയി. ഇനി എത്രേ ബാക്കിയുള്ളൂ? 11 എണ്ണം അല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5, 7, 9. കണ്ടോ? ആദ്യത്തെ 10 സംഖ്യയിൽ നമുക്ക് 3 സംഖ്യകൾ വരുന്നുണ്ട്. ഇനി 11 തൊട്ട് 20 വരെയോ 5 എണ്ണം. 5, 3, 8 എണ്ണം ആയല്ലോ. ഇനി 21 തൊട്ട് 25 വരെയോ 3 എണ്ണം. അപ്പൊ 8, 3, 11. കണ്ടോ? അപ്പൊ എങ്ങനെ വേണേലും ആലോചിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ n-ന്റെ വില എത്ര കിട്ടി? 11 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം തുക കാണാൻ വേണ്ടി n-ന്റെ വില 11. 11/2 ഇൻറ്റു a എത്രയാ? 5 പ്ലസ് l എത്രയാ? 25. 25ഉം 5ഉം 30
അപ്പൊ ആൻസർ എത്ര കിട്ടി? 11/2 ഗുണം 30 എന്ന് കിട്ടി. വെട്ടിക്കോ. 11/2 ഇൻറ്റു 25 + 5 30. വെട്ടുമ്പോ എത്ര വന്നു? 15 എന്ന് കിട്ടി. 15 ഗുണം 11 എത്രയാ? ആദ്യം 5 എഴുതുക, പിന്നെ 5 1 6 എഴുതുക, പിന്നെ ഈ 1 എഴുതുക. 165 നമ്മുടെ ആൻസർ വരുന്നേ. കണ്ടോ? അപ്പൊ ഇത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക n² അങ്ങ് ചെയ്യും. 625 എന്നൊക്കെ ആൻസറും കിട്ടും. അങ്ങനെ ഒരു ആൻസർ എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ തെറ്റിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണേലും ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് ഓരോ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് സമയം കളയാത്തത്, ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്താണേലും തിയറി പഠിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അരോചകമായി തോന്നാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണമെങ്കിൽ കമന്റിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.